ഇനി നിനക്ക് അനുസരിക്കാൻ മനസ്സില്ലെങ്കിൽ ഇവിടുത്തെ നിന്റെ ജോലി ഞാനങ്ങ് അവസാനിപ്പിക്കും. വിട്. പറയുന്നത് കേട്ട് മര്യാദക്ക് നിന്നോണം, കേട്ടല്ലോ? വിട്. ദീപക്, അവളുടെ കൈ വിട്. നീ ഇപ്പൊ എന്താ ചെയ്തത്? എന്ത് റൂഡ് ബിഹേവിയർ നിന്റെ. നിന്റെ അമേരിക്കൻ കൾച്ചർ ഒന്നും ഇവിടെ ചെലവാക്കണ്ട. ദിവ്യ, നീ പൊയ്ക്കോ. ഓ, നീ എല്ലാം കണ്ടു അല്ലേ? ആ, കണ്ടു. അല്ല, ആക്ച്വലി ഋതികയ്ക്ക് ഞാനൊരു സ്വർണ്ണവളം വാങ്ങിക്കാനുള്ള പ്ലാനിലായിരുന്നു. നിന്റെ കൈ പിടിച്ച് അളവ് നോക്കാൻ നീ സമ്മതിക്കില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ദിവ്യയുടെ കൈ പിടിച്ച് അളവ് നോക്കിയതാ. നീ എന്നെ തെറ്റിദ്ധരിച്ചു. ദീപക്, ഇനി ഇങ്ങനെയുള്ള വേഷകെട്ടലുകൾ അവളോട് ഇറക്കിയെന്ന് ഞാൻ അറിഞ്ഞ അച്ഛനോട് ഞാൻ എല്ലാം പറയും. ശരി, ഇനി ഞാൻ അങ്ങനെ ഉണ്ടാവാൻ നോക്കാം. പക്ഷെ ഞാൻ എങ്ങനെ നിനക്ക് വള വാങ്ങിത്തരും? നിന്റെ കൈൻ്റെ അളവ് നീ ഒന്ന് കാണിച്ചേ. എന്തത്? എന്റെ കയ്യിൽ പിടിക്കാൻ മാത്രം നിനക്ക് ധൈര്യമായോ? ഈ ദീപക്കിന്റെ ധൈര്യം നീ അളക്കാൻ നിൽക്കണ്ട. ആ, അതൊക്കെ പോട്ടെ, നീ എങ്ങോട്ടേ പോ? നീ ആ രാജുവിന്റെ വീട്ടിലേക്ക് ട്യൂഷന് വേണ്ടി പോവാണോ? അതെന്തായാലും നിനക്കെന്താ? ട്യൂഷന് പോയിട്ട് നീ വേഗം വാ, നമുക്കൊന്ന് കറങ്ങാൻ പോവാം. നിന്റെ കൂടെയോ? അതും ഞാൻ സ്വപ്നത്തിൽ പോലും നടക്കുമെന്ന് നീ വിചാരിക്കണ്ട. ഓ, ആ രാജുവിന്റെ കൂടെ കറങ്ങി നടക്കാൻ നിനക്ക് യാതൊരു മടിയില്ല. ആഫ്റ്റർ ഓൾ, ഒരു വേലക്കാരന്റെ കൂടെ കറങ്ങി നടക്കാറുള്ള നിനക്ക് നിന്റെ മുറച്ചെറുക്കനായ എന്റെ കൂടെ കറങ്ങാൻ വരാൻ എന്താണ് ഇത്ര മടി? ദീപക്, നിന്റെ ആഗ്രഹം നിന്റെ മനസ്സിലിരിക്കുകയുള്ളൂ. നിന്റെ കൂടെ ഞാൻ എവിടേക്കും വരില്ല. നിന്നെ ഞാൻ ശരിയാക്കി തരുന്നുണ്ട്. അയ്യോ, സോറി രാജു. എന്താ മേഡത്? നോക്കി നടക്കണ്ടേ? സോറി, എക്സ്ട്രീംലി സോറി. രാജു എന്താ വരാൻ ഇത്രയും വൈകിയേ? അത് കുറച്ച് ജോലി ഉണ്ടായിരുന്നു മേഡം. ശരി, വാ നമുക്കിറങ്ങാം. രാജു, ട്യൂഷന് പോവാണോ? ആ, അതെ സർ. ഇതുവരെ നീ എനിക്ക് തന്നിട്ടുള്ള വാക്കുകളൊന്നും നീ പാലിക്കാതിരുന്നിട്ടില്ല രാജു. പക്ഷെ ഇക്കാര്യത്തിൽ ഞാൻ ഒട്ടും കോൺഫിഡന്റ് അല്ല. സർ, ഞാൻ കോൺഫിഡന്റ് ആണ്. ഋതിക മേഡം എക്സാമിന് ജയിക്കും, അതെനിക്ക് ഉറപ്പാ. ലെറ്റ്സ് സീ. ഞങ്ങൾ ഇറങ്ങാം. ഈ പുതിയ ബെഡ്ഷീറ്റുകളും കർട്ടൻസും തലേണയൊക്കെ മാറ്റുമ്പോ തന്നെ രാജുവിന്റെ റൂം വൃത്തിയാവും. അച്ഛനോട് പറഞ്ഞ് വീടിന്റെ പെയിന്റ് ഒന്ന് മാറ്റിക്കണം. മാസം മാസം രാജുവിന്റെ കയ്യിൽ നിന്ന് കാശണ്ണി വാങ്ങുന്നതല്ലേ. മോളെ, നമസ്കാരം സ്വാമി. നമസ്കാരം. നമസ്കാരം മോളെ. വലിയ സന്തോഷത്തിലാണല്ലോ. അതെ സ്വാമി, രാജുവിന്റെ വീട്ടിലെ ഇത്തിരി അഴിച്ചുപണികളുണ്ട്. മനസ്സിലെ ഏറ്റവും വലിയ ആഗ്രഹം സഫലമാകാനുള്ള ശ്രമത്തിലാണല്ലേ? അതെ സ്വാമി. കളങ്കമില്ലാത്ത മനസ്സിലെ ആത്മാർത്ഥമായ ആഗ്രഹം ഒരു ദിവസം പൂവണിയുക തന്നെ ചെയ്യും. പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയാണ് ഏറ്റവും ശക്തമായ മരുന്നും ആയുധവും. ശരി സ്വാമി. മോളെ, ഒരു മിനിറ്റ്. ഇത് വാങ്ങിച്ചോളൂ. എന്താ സ്വാമി ഇത്? ആദിപരാശക്തിയുടെ ഏറ്റവും വലിയ ശക്തിയും അനുഗ്രഹപ്രദാനിയുമായ സാക്ഷാൽ ത്രിപുരസുന്ദരി ദേവിയുടെ തിരുനടയിൽ സമർപ്പിച്ച നിവേദ്യമാണിത്. ദേവിയുടെ അനുഗ്രഹത്താൽ മോളുടെ ആഗ്രഹം സഫലമായി തീരട്ടെ. മംഗളം ഭവന്തു. നന്ദി സ്വാമി. ഈ ഇരട്ടപ്പഴങ്ങളിൽ ഒന്ന് മോളും ഒന്ന് രാജുവും കഴിക്കണം. അങ്ങനെ കഴിച്ചാൽ നിങ്ങളുടെ വിവാഹം പെട്ടെന്ന് നടക്കും. സത്യാണോ സ്വാമി? ഒന്ന് പരീക്ഷിച്ചു നോക്കിയോളൂ. അയ്യോ, പരീക്ഷിക്കൊന്നും വേണ്ട. സ്വാമി പറഞ്ഞ എനിക്ക് വിശ്വാസം. ആ വിശ്വാസത്തോടെ ഞാൻ പറഞ്ഞത് ചെയ്യൂ. ആഗ്രഹം സഫലമാകും. എങ്കിൽ ഞാൻ പോട്ടെ മോളെ. അച്ഛനെയും അമ്മയും എന്റെ അന്വേഷണം അറിയിക്കണം. ശരി സ്വാമി. ശരി. ഈ ഇരട്ടപ്പഴത്തിൽ ഒന്ന് ഞാൻ കഴിക്കും, ഒന്ന് രാജനെ കൊണ്ട് ഞാൻ കഴിപ്പിക്കും. ത്രിപുര സുന്ദരി ദേവിയുടെ അനുഗ്രഹം കൊണ്ട് ഞങ്ങളുടെ കല്യാണവും നടക്കും. വൃത്തിയായിട്ട് എഴുത്. ആ,
ഇതെന്താ മോളെ നിന്റെ കയ്യില്? ആ രാധമ്മേ, ഇതൊക്കെ രാജുവിന്റെ മുറിയിലേക്കുള്ള സാധനങ്ങളാ. രാജുവിന്റെ മുറിയിലേക്കുള്ള സാധനങ്ങളോ? അതെ. ഞാൻ ഇന്നലെ രാജുവിന്റെ മുറി കയറിയപ്പോഴേ മുറിക്കകത്ത് ബെഡ്ഷീറ്റും തലേണയും കർട്ടനും ഒക്കെ വെറും പഴഞ്ച സാധനങ്ങളാ. അതൊക്കെ ഒന്ന് മാറ്റിയേക്കാന്ന് കരുതി. ദേ, ഇതെല്ലാം പുതിയ സാധനങ്ങളാ. എന്നാലും മോളെ, ചിലപ്പോ രാജുവിന് ഇതൊന്നും ഇഷ്ടായെന്ന് വരില്ല. ആരിൽ നിന്നും സൗജന്യം സ്വീകരിക്കുന്നത് അവന് ഇഷ്ടല്ല. അതൊക്കെ ഞാൻ രാജുവിനെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. പിന്നെ ഇത് സൗജന്യൊന്നും കൂട്ടണ്ട. രാജു എല്ലാ മാസവും വാടക കയറുന്നതല്ലേ, അപ്പൊ മെയിന്റനൻസ് വകയിലേക്കാന്ന് കരുതിയാ മതി. രമ്യ, എന്റെ മുറിയിലും കർട്ടനും ബെഡ്ഷീറ്റും ഒക്കെ മാറാറായതാണ് കേട്ടോ. അതിനെന്താ, അവിടെ നമുക്ക് പുതിയത് വാങ്ങിക്കാലോ. നീ ഒന്ന് മിണ്ടാതിരിക്കേണ്ട പ്രിയേ, വെറുതെ ഓരോന്നും. ഇവിടെ എന്ത് പറയണമെന്ന് ഒരു നോട്ടോ ഇല്ല. അയ്യോ മോളെ, മോൾക്കേ ആന്റി വേറെ പഴം വാങ്ങിത്തരാമേ. ആന്റി മോൾക്ക് ആപ്പിളും മുന്തിരിയും ഓറഞ്ചും ഒക്കെ വാങ്ങിത്തരാം. ഇതേ രാജു അങ്കിളിനും ആന്റിക്കും കഴിക്കാനുള്ളതാ. ആന്റി, ഫ്രൂട്ട്സ് ഇന്ന് തന്നെ വാങ്ങിച്ചേരോ? ഗോഡ് പ്രോമിസ്. ആന്റി ഇന്ന് തന്നെ വാങ്ങിച്ചുതരാം. മോള് പോയിരുന്നു പഠിച്ചോ. ഓ, ഇരട്ടപ്പഴം. രാജുവായിട്ടുള്ള വിവാഹം നടക്കാൻ പൂജാരി പൂജിച്ച് നൽകിയതായിരിക്കും അല്ലേ? അതെ. കാളിദാസൻ പൂജാരി ഇരട്ടപ്പഴം പൂജിച്ചു തന്ന അച്ചട്ടാ. എന്റെയും ജേട്ടന്റെയും കല്യാണത്തിന് മുൻപ് ഞങ്ങള് കഴിച്ചതല്ലേ? ആണോ? ആ. എങ്കിലേ ഞാൻ രാജുവിന്റെ മുറിയിലേക്ക് പോട്ടെ അമ്മേ. മാഡം, ട്യൂഷനുള്ള ബുക്സ് ഒക്കെ കൃത്യമായിട്ട് എടുത്തിട്ടുണ്ടല്ലോ അല്ലേ? അതെന്താ രാജു അങ്ങനെ ചോദിച്ചത്? ഒരിക്കലും ഒരു അബദ്ധം പറ്റിയെന്ന് വെച്ച് എപ്പോഴും എനിക്ക് എങ്ങനെ പറ്റൂന്നാണോ രാജു വിചാരിക്കുന്നത്? ഞാൻ അത്രയ്ക്ക് ഫൂളാണെന്നാണോ രാജു കരുതിയിരിക്കുന്നത്? അയ്യോ മാഡം, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ല ബുക്സിന്റെ കാര്യം ചോദിച്ചത്. മതി മതി, മനഃപൂർവ്വം എന്നെ പരിഹസിക്കാനായി ചോദിച്ചിട്ട് ന്യായീകരിക്കൊന്നും വേണ്ട. രാജു എന്താ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായി. മാഡം എന്നെ തെറ്റിദ്ധരിക്കല്ലേ. ഞാൻ എന്ത് പറഞ്ഞാലും അതിലൊരു നെഗറ്റീവ് കണ്ടുപിടിക്കും. പക്ഷെ ഞാൻ പറയുന്നതിന്റെ പോസിറ്റീവ് സൈഡ് മാഡം ചിന്തിക്കാറിയില്ല. രാജു, നിനക്കൊരു വിചാരമുണ്ട്, നീയാണ് ഈ ലോകത്തിലെ ഏറ്റവും സ്മാർട്ട് എന്ന്. ആ വിചാരം നീ അങ്ങ് മാറ്റി വെച്ചിട്ട് എന്നോട് സംസാരിക്കുന്നതാവും നല്ലത്. ശരിക്കും മാഡത്തിന്റെ എന്നെ കുറിച്ചുള്ള ഇങ്ങനത്തെ ധാരണകളാണ് തെറ്റ്. ഞാൻ വലിയവരാണെന്നുള്ള ഒരു ഭാവം എനിക്കില്ല. ഞാനൊരു സാധാരണക്കാരനായ മനുഷ്യനാ, പാവപ്പെട്ട രാജു. പാവപ്പെട്ടവനാണ് പാവോന്നൊക്കെ കാണുന്നവർക്കും കൂടി തോന്നണ്ടേ? എന്റെ അച്ഛന്റെ കൂടെയുള്ള രാജുവിന്റെ നടപ്പ് കണ്ടാ തോന്നും അച്ഛന്റെ മകനാണ് രാജു എന്ന്. അത് മാഡത്തിന്റെ അസൂയ കൊണ്ട് തോന്നുക. എനിക്ക് അസൂയയോ? അത് നിന്നോട്? അച്ഛൻ പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ രാജുവിനൊപ്പം ട്യൂഷന് വരുന്നത്. തനിയെ പഠിച്ച് പരീക്ഷ എഴുതാനുള്ള ടാലന്റ് ഒക്കെ എനിക്കുണ്ട്. ആ കാര്യത്തിൽ എനിക്ക് ഒരു സംശയമില്ല മാഡം. തനിയെ പഠിച്ച് ജയിക്കാനുള്ള ടാലന്റ് ഒക്കെ മാഡത്തിനുണ്ട്. പിന്നെ ചില കാര്യങ്ങളിൽ കുറച്ച് ശ്രദ്ധ വേണമെന്നേ ഉള്ളൂ. ഓ, ഇങ്ങനെ ഉപദേശിക്കില്ല രാജു.
തല പുകയുന്നു. രാജു നേരെ നോക്കി വണ്ടി ഓടിക്ക്. ആ ശരി മാഡം, മാഡം പറയുന്ന പോലെ. ഗുഡ്. ഇപ്പോഴാണ് എന്റെ രാജുവിന്റെ മുറി വൃത്തിയായത്. മഞ്ജുജി. എടാ രാജു, നീ പുതിയ കാർ വാങ്ങിച്ചോ? അയ്യോ മഞ്ജുജി, ഇത് എന്റെ കാറൊന്നുമല്ല, നമ്മുടെ മിനിസ്റ്ററുടെ. പ്രതാപൻ സാറിന്റെയോ? അതെ മാഡം, വാ. ഇതേതാ കുട്ടി? പ്രഥമ സാറിന്റെ മോളാണ് ചേച്ചി, ഋതിക. ആ, ഇതാണോ ഋതിക? രാജു എപ്പോഴും പറയാറുണ്ട്. പിന്നെ ന്യൂസിലൊക്കെ എന്തൊക്കെയോ കണ്ടിരുന്നു. പക്ഷേ ആളുടെ മുഖം പെട്ടെന്നങ്ങ് ഓർമ്മ വന്നില്ല. അതിലൊക്കെ എന്തെങ്കിലും കാര്യമുണ്ടോ ചേച്ചി? മാഡം സപ്ലിമെന്ററി എക്സാം എഴുതുന്നുണ്ട്. അങ്ങനെ തന്നെ വേണ്ടത്. ജീവിതം എന്ന് പറഞ്ഞാൽ മൊത്തത്തിലൊരു പോരാട്ടമല്ലേ? ഈ തെരുവിലുള്ള ഓരോരുത്തരുടെയും കഥ അങ്ങനെയാ. ഞാനടക്കം നഷ്ടപ്പെട്ടെന്നു കരുതിയ ജീവിതം ഒറ്റയ്ക്ക് പോരാടി നേടിയവരാ എല്ലാവരും. ഇവനിനി എനിക്ക് ട്യൂഷൻ തരാൻ വന്നതാണെന്ന് കൂടി പറയാതിരുന്നാ മതിയായിരുന്നു. എനിവേ, വെരി ഗ്ലാഡ് ടു മീറ്റ് യു മാഡം. ഐ എം മഞ്ജു, ഇവിടുത്തെ സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസറാ. താങ്ക് യു. അതെ, ഈ കോംപ്ലിമെന്റ് ചുമ്മാതല്ല കേട്ടോ. ട്രാൻസ്ഫറോ പ്രൊമോഷനോ എന്തെങ്കിലും വേണ്ടി വരുമ്പോ ഞാൻ മാഡത്തിനെ വിളിക്കും. നല്ല സ്ട്രോങ് ആയിട്ട് ഒന്ന് റെക്കമെൻഡ് ചെയ്തേക്കണം അച്ഛൻ്റെ അടുത്ത്. പോട്ടെ മാഡം, ഡ്യൂട്ടിക്ക് സമയമായി. ശരി, പോയിട്ട് വരാൻ രാജു. ആ ശരി ചേച്ചി. രാജുവിന്റെ ബന്ധു അത്? അതെന്താ മാഡം അങ്ങനെ ചോദിച്ചത്? ചേച്ചി എന്നൊക്കെ വിളിച്ചപ്പോ ഇവിടെ എനിക്ക് എത്ര ചേച്ചിമാരും അനിയത്തിമാരൊക്കെ ഉണ്ടെന്നോ, അതുപോലെ അമ്മമാര്, സഹോദരങ്ങള്. എന്തായി പറയുന്നേ? ഈ കോളനിയിലുള്ള എല്ലാവർക്കും വേണ്ടപ്പെട്ട ആളാണ് ഞാൻ, എല്ലാവരുടെയും ബന്ധു. ഓഹോ, എല്ലാവരുടെയും ബന്ധുവൊക്കെ ആയിക്കോ. പക്ഷേ ചില നേരത്ത് നീ എനിക്ക് ഒന്നാന്തര ശത്രുവാ. അതെന്താ മാഡം? എന്താ, ഞാൻ ശത്രു അല്ലെന്ന് പറയണോ? അതല്ല പിന്നെ ഒരാള് ഗ്ലാഡ് ടു മീറ്റ് യു എന്ന് പറയുമ്പോ സെയിം ടു യു എന്നോ നൈസ് ടു മീറ്റ് യു എന്നോ പറയുന്നതാ കൂടുതൽ മര്യാദ. താങ്ക് യു അല്പം പൊങ്ങച്ചായി പോവും. മാഡം, ഞാൻ പറഞ്ഞത്. രാജു വണ്ടി എടുക്ക്. ട്യൂഷനൊക്കെ വീട്ടിൽ ചെന്നിട്ട് മതി. കയറി മാഡം. അമ്മേ, വരൂ മാഡം. അമ്മേ. ആഹാ, മോളെത്തിയോ? ഇരിക്കേ ശ്രീ. ദേ ഋതിക മോള് വന്നു. മോളിരിക്കേ, അമ്മ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. അയ്യോ, ഞാനത് ചോദിക്കാൻ മറന്നു. മോക്ക് ചായയാണോ കാപ്പിയാണോ? കോഫി എടുത്താ മതി. അമ്മ ഇപ്പൊ എടുത്തോണ്ട് വരാമേ. ഇരിക്കേ, ഇരിക്കടാ. ഇരിക്കും മാഡം. ഇത് രാജു കഴിച്ചോ? നീ എന്ത് പണിയെ കാണിച്ചേ? ഇത് ഞാൻ കൊണ്ടുവന്ന പഴോ? നീ എന്തിനാ അത് അടർത്തിയത്? എന്റെ പഴം ഇങ്ങ് തന്നെ.
തരാൻ പറ്റില്ല. ഇതേ കഴിക്കാൻ കൊണ്ടുവന്നതല്ലേ. ആര് കൊണ്ടുവന്നതാണെങ്കിലും എനിക്ക് പ്രശ്നമല്ല. എനിക്ക് കഴിക്കാൻ തോന്നിയാ ഞാൻ കഴിക്കും. രാജു, നാളെ വരുമ്പോ ഇവൾക്ക് ഒരു കൊല പഴം മേടിച്ചു കൊടുത്തേക്ക്. നിനക്കെന്നെ അറിയില്ല. ദേഷ്യം പിടിപ്പിച്ചാലേ ഈ രമ്യ ശൂർപ്പണക. അത് നിന്നെ ആദ്യം കണ്ടപ്പോ തന്നെ എനിക്ക് തോന്നി നീ ഒരു ശൂർപ്പണകയാണെന്ന്. രാജു ഇത് കഴിച്ചോ? എല്ലാം നാശായി. നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ ആവുന്നത്? സത്യം പറ രമ്യ, ഈ പഴത്തിൽ വല്ല വിഷവും ചേർത്തിട്ടുണ്ടോ? വിഷമൊന്നും അല്ല, അത് അമ്പലത്തിൽ നിന്ന് കൊണ്ടുവന്ന പഴം. എല്ലാത്തിനും കാരണം ദേ ഇവളാ. എന്നെ അവളെന്നൊക്കെ വിളിച്ചാലേ നീ വിവരം അറിയും. അല്ല മാഡം, അല്ല എപ്പോ നോക്കിയാലും നീ ഈ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ. നിനക്കെന്താ ഇവിടെ കാര്യം? ഞാൻ അങ്ങനെ വെറുതെ വലിഞ്ഞു കയറി വരുന്നൊന്നും അല്ല. ഈ വീട് എന്റെയാ, ഞാനാ ഈ വീടിന്റെ ഓണർ. ഓ, വാടക പിരിക്കാൻ വരുന്നതായിരിക്കും അല്ലേ? അല്ല, വാടക പിരിക്കാനുള്ള തീയതി ആയോ എന്ന് ചോദിക്കാൻ വരുന്നതാ. അല്ല, എന്നെ ചോദ്യം ചെയ്യാൻ നീ ആരാ? ഞാൻ രാജു PA ജോലി ചെയ്യുന്ന മന്ത്രിയുടെ മകളാ. നീ മുൻപ് എന്നോട് ചോദിച്ച അതേ ചോദ്യം ഞാൻ നിന്നോട് ചോദിക്കാം. നിനക്കെന്താ ഈ വീട്ടിൽ കാര്യം? രമ്യ, മതി നിർത്ത്. ഋതിക മാഡം ഇനി കുറച്ചു നാളത്തേക്ക് എല്ലാ ദിവസവും ഇവിടെ വരും. ഋതിക മാഡത്തിന് ട്യൂഷൻ എടുത്ത് എക്സാമിന് ജയിപ്പിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തം. ശ്രീ, ട്യൂഷൻ നടക്കുമ്പോ ഇവിടെ ആരുടെ ശല്യം ഉണ്ടാവാൻ പാടില്ല, മനസ്സിലായോ? മനസ്സിലായിട്ടോ. രമ്യ തൽക്കാലം ചെല്ല്. ട്യൂഷൻ സമയത്ത് രമ്യ ഇവിടെ വരണ്ട. സോറി മാഡം. ഇറ്റ്സ് ഓക്കെ രാജു. പ്രതാപവർമ്മ, എന്റെ അനിയൻ. ഞാനിരിക്കേണ്ട സ്ഥാനത്താ അവൻ ഇരിക്കുന്നത്. എന്റേതാവേണ്ടിയിരുന്ന സിംഹാസനം അവൻ സ്വന്തമാക്കിയപ്പോ എനിക്ക് നിശബ്ദയാവേണ്ടി വന്നു. പക്ഷേ ഓരോ ദിവസം കഴിയും തോറും അധികാരത്തിനോടും സമ്പത്തിനോടുള്ള എന്റെ ആഗ്രഹം എനിക്ക് കൂടി വരിക. എനിക്കത് നേടണം ദീപകേ, നിന്നിലൂടെ ഞാനത് നേടിയെടുക്കും. എന്റെ അനിയന്റെ സ്ഥാനത്ത് നീ വന്നാ അവനെ പോലെ തന്നെ നീയും രാജാവിനെ പോലെ വാഴും. പല പ്രമുഖ ബിസിനസ്സുകാരോടും ഉന്നതരോടും നിനക്ക് സൗഹൃദം സ്ഥാപിക്കാനാവും. നിന്റേതായ ബിസിനസ് സാമ്രാജ്യം നിനക്ക് ഏറ്റവും എളുപ്പത്തിൽ പടുത്തുയർത്താൻ കഴിയും. അതിന് ഇനി സമയമില്ല അമ്മേ. എന്റെ അനിയന്റെ പേരും പ്രതാപവും പ്രശസ്തിയും അവന്റെ മകളിലൂടെ നീ സ്വന്തമാക്കണം. സമയം വൈകിക്കൂടാ. ആദ്യം ഋതിക, പിന്നെ ഒന്നിനു പുറകെ ഒന്നായി നീ എല്ലാം സ്വന്തമാക്കണം. ഋതികയെ സ്വന്തമാക്കാനുള്ള കുറുക്കുവഴികൾ ഞാൻ കണ്ടെത്തിക്കൊണ്ടിരിക്കണമേ. നേരായ വഴിയിലൂടെ അവളെ സ്വന്തമാക്കാന്ന് ഞാൻ കരുതുന്നില്ല. ഇനിയും എത്ര നാൾ നിനക്ക് വേണ്ടി വരും ദീപകെ? ഋതിക പൂർണ്ണമായും എന്റെ അധീനതയിലാവും. ഉടനെ തന്നെ അത് സംഭവിക്കും. അതിന് നിന്നോടവൾക്ക് ഒരു താല്പര്യവും തോന്നിയിട്ടില്ലെന്നാ ഞാൻ മനസ്സിലാക്കിയത്.
പിന്നെങ്ങനെയാ അവള് നിന്റെ അധീനതയിലാകൂന്ന് പറയുന്നത്? അമ്മ ഞെട്ടാൻ തയ്യാറായിക്കോ. അവൾ ഉടനെ തന്നെ എന്നോട് അടുക്കും. എന്തിനേറെ പറയാൻ, അവൾ ഉടനെ എന്റെ കൂടെ ഒരു ഔട്ടിങ്ങിന് വരും. നീ എന്താടാ സ്വപ്നം കാണുകയാണോ? ഞാൻ കണ്ട സ്വപ്നങ്ങളും അമ്മയുടെ സ്വപ്നവും നിറവേറാൻ പോവുക. അമ്മയൊന്ന് കാണും. ഇത് മതിയുടെ മോനെ, അവളെ നിന്റെ വരുതിക്ക് വരുത്താൻ ഇത് മതി. ഇതെന്റെ വജ്രായുധമാണമ്മേ. ഇത് വെച്ച് ഞാൻ അവളെ എന്റെ വഴിക്ക് കൊണ്ടുവരും. എന്നിട്ട് ഞാൻ ആജ്ഞാപിക്കുന്നതെല്ലാം ഞാൻ അവളെ കൊണ്ട് അനുസരിപ്പിക്കും. മോനെ, നീ എത്രയും വേഗം വർമ്മയേക്കാൾ ഉയരത്തിലെത്തണം. അവന്റെ സ്ഥാനം നേടണം.